കറാച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ സ്ക്രീനിന്റെ ആദ്യത്തെ ബോക്സിൽ നമ്മൾ കാണുന്നത്. കറാച്ചി തുറമുഖത്തിന് നേരെ ഇന്ത്യൻ നാവികസേന INS വിക്രാന്തിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആ മിസൈൽ തൊടുത്ത് വിട്ട മിസൈൽ ചെന്ന് പതിച്ച കറാച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിന് തൊട്ടരികിൽ വരെ എത്തിയിരിക്കുന്നു ഇന്ത്യൻ ആക്രമണം. ഇന്നലെ കണ്ടതാണ്. ബഹാവൽപൂരിൽ അസദ് മസൂറിന്റെ വീടിന് കേന്ദ്രത്തിലേക്കുണ്ടായ ആക്രമണം നമ്മൾ കണ്ടതാണ്. റൌഫ് അസർ കൊല്ലപ്പെട്ട വാർത്ത ഇന്ന് വന്നതാണ്. അതിനു പിറകെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഷഹബാസ് ഷെരീഫിന്റെ വീടിന് തൊട്ടരികിലേക്ക് വരെ എത്തിയിരിക്കുന്നു ഇന്ത്യൻ ആക്രമണത്തിന്റെ കുന്തമുന. കറാച്ചി തുറമുഖത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് രേണു, ഈ ദൃശ്യങ്ങൾ പാകിസ്ഥാനെ എത്രത്തോളം ഞെട്ടലുണ്ടാക്കുമെന്ന് പറയാൻ കഴിയില്ല. ഈ ദൃശ്യങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷി വിളിച്ചോതുന്നതാണ്. അങ്ങനെ ഒരു മണ്ടത്തരത്തിന് മുതിർന്ന പാകിസ്ഥാൻ ഇപ്പോൾ തക്ക മറുപടി കിട്ടിയിരിക്കുകയാണ്. എന്തൊക്കെ ദൃശ്യങ്ങളും എന്തൊക്കെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശ്രീജ, കനത്ത പ്രഹരം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ഏൽപ്പിക്കുന്നു എന്നതാണ്. പാകിസ്ഥാനെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തും വിധം ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് സമീപം നടത്തിയ സ്ഫോടനം അത് പാകിസ്ഥാനെ ഉലച്ചിരിക്കുന്നു എന്ന് പറയാം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. 20 കിലോമീറ്റർ എങ്കിലും അകലെയുള്ള ഒരു സുരക്ഷിത ഇടത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. പാകിസ്ഥാന് കനത്ത പ്രഹരം ഇന്ത്യ നൽകുന്നു. എങ്ങനെയാണോ ഇന്ത്യയുടെ പല സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്, അതേപോലെ തന്നെ പാകിസ്ഥാന്റെ പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരേ സമയം കനത്ത ആക്രമണമാണ് ഇന്ത്യ തൊടുക്കുന്നത്. അതിൽ തുറമുഖങ്ങളുണ്ട്, തന്ത്രപ്രധാന മേഖലകളുണ്ട്, ഒപ്പം നഗരങ്ങൾ, 3 നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഇന്ത്യ നടത്തുന്നു. അവിടെ ഡ്രോൺ ആക്രമണമാണ് ഇന്ത്യ നടത്തുന്നത്. അത് ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, കറാച്ചി തുടങ്ങിയ ഇടങ്ങളാണ്. അങ്ങനെ 3 നഗരങ്ങൾ കേന്ദ്രീകരിക്കുന്നു. അതേസമയം തന്നെ തുറമുഖ പ്രദേശത്തും ആക്രമണം നടത്തുന്നു. അവിടെ ബോട്ടുകൾ തകർന്നു കിടക്കുന്നതിന്റെ ഒക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള ആഘാതം അവിടെ ഏൽപ്പിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിന് സമീപം വരെ ആക്രമണം എത്തി നിൽക്കുന്നു എന്നതാണ്. അത് പാകിസ്ഥാനെ ഉലച്ചിട്ടിരിക്കുന്നു എന്നതാണ്. പ്രധാനമന്ത്രിയെ സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റേണ്ടുന്ന സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഇന്ത്യക്ക് ഇന്നുണ്ടായിട്ടുള്ള പാക് പ്രകോപനത്തിൽ എത്രമാത്രം തിരിച്ചടി വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സൈന്യത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സൈന്യം ഡിസൈഡ് ചെയ്യും എന്തായിരുന്നോ പാകിസ്ഥാൻ ഇന്ത്യക്ക് ഇന്ന് നൽകിയ തിരിച്ചടി, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നടത്തിയ ആക്രമണം, അതിന്റെ ആഘാതം എത്രയാണ് എന്ന് വിലയിരുത്തി അതിന് തത്തുല്യമായ തിരിച്ചടി പാകിസ്ഥാന് നൽകുക എന്നതാണ് സൈന്യത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സൈന്യം അതനുസരിച്ചുള്ള തിരിച്ചടി പാകിസ്ഥാൻ ഉറപ്പാക്കുന്നു എന്ന വിവരമാണ് നൽകുന്നത്. ഇന്ത്യ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ നിൽക്കുന്നു. പല രാഷ്ട്രീയ നേതാക്കളും ഈ സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പിനെ, പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കാൻ സൈന്യം കാണിച്ച ആ വീറിനെ പുകഴ്ത്തി ട്വീറ്റുകളും മറ്റും ഇടുകയാണ്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. കനത്ത പ്രഹരം പാകിസ്ഥാന് ഏൽപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ. തീർച്ചയായും അതെ, രാജ്യം ഒറ്റക്കെട്ടാണ്. ആ ഒറ്റക്കെട്ടായി പാകിസ്ഥാന് കൊടുക്കുന്ന മറുപടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാജ്യം. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന നിഷ്കളങ്കരായ 26 ജീവനുകൾ എടുക്കാൻ കാണിച്ച ധൈര്യത്തിനായിരുന്നു ഇന്ത്യ ആദ്യഘട്ടത്തിൽ മറുപടി കൊടുത്തത്. അപ്പോഴേ പറഞ്ഞതാണ് ഇത് ഭീകരവാദത്തിനുള്ള മറുപടി മാത്രമാണെന്ന്. പക്ഷെ പാകിസ്ഥാൻ നിർത്തിയില്ല, ചോദിച്ചു വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ന് വൈകിട്ടുണ്ടായ പ്രകോപനങ്ങൾക്ക് ഇതാ ഇന്ത്യയുടെ ശക്തമായ മറുപടി. ഉറിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വ്യോമാക്രമണത്തിന് പിന്നാലെ
കടൽ മാർഗം കൂടി നാവികസേനയുടെ ആക്രമണം കൂടി തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനിലെ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ INS വിക്രാന്ത്, ഇന്ത്യയുടെ പടക്കപ്പൽ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയായ INS വിക്രാന്തിൽ നിന്നുള്ള മിസൈൽ വർഷം. കറാച്ചി തുറമുഖത്ത് നിന്ന് തകർന്നു കിടക്കുന്ന ബോട്ടുകളുടെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇത് ചോദിച്ചു വാങ്ങിയതാണ്, ഇത് ചോദിച്ചു വാങ്ങരുത് എന്ന് പലതവണ പറഞ്ഞിട്ടും വീണ്ടും അതിന് കാത്തു നിൽക്കാതെ നടത്തിയ പ്രകോപനത്തിന് ഇന്ന് വൈകിട്ടോടെ ജമ്മു എയർപോർട്ടിലേക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വന്ന എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യ വളരെ കൃത്യമായി, വളരെ ശക്തമായി പ്രതിരോധിച്ചു. അതിനു പിന്നാലെ തുടങ്ങിയ പ്രത്യാക്രമണം ഇപ്പോഴും തുടരുകയാണ്. അത് അങ്ങ് ഇസ്ലാമാബാദിൽ, പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടരികിൽ വരെ എത്തിയിരിക്കുന്നു. കറാച്ചി പോർട്ട്, കറാച്ചി തുറമുഖത്തേക്ക് നടത്തിയ മിസൈൽ വർഷത്തിന്റെ ദൃശ്യങ്ങൾ വരുന്നു. ഉറിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? ഏറ്റവും അധികം പാകിസ്ഥാനിൽ ദുരന്തം വിതച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ INS വിക്രാന്ത്